ഇറാൻ ഭരണകൂടത്തിൻ്റെയും ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെയും ഉന്നത ഏരിയയിൽ വരെ കടന്നു കയറിയ ഇസ്രയേലി ചാരശൃംഖല മൊസാദിനെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അവർ ഇസ്രായേലിനകത്ത് നിന്നുകൊണ്ടാണ് വർഷങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആണവ കേന്ദ്രങ്ങളടക്കം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഇസ്രായേലി വിമാനങ്ങളെ എതിരിടാൻ ഒരുങ്ങി നിന്ന ഇറാൻ്റെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളടക്കം നിശബ്ദമാക്കിയതും ഇറാൻ്റെ ഈ മൊസാദ് എന്ന ചാരസംഘടനയുടെ ഇറാനുള്ളിൽ നടത്തിയ ആ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ആ ഇറാനുള്ളിലെ മൊസാദിൻ്റെ വേരുകളെ ഓരോന്നായി അറുത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. പിടിക്കപ്പെടുന്ന മൊസാദ് ചാരന്മാരെ നിഷ്കരണം വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ഇറാൻ. അങ്ങനെ കടുത്ത നടപടികളാണ് ഇറാൻ ഇപ്പോൾ രാജ്യത്തിനെതിരെ ചാരപ്പണി നടത്തിയവർക്കെതിരെ സ്വീകരിക്കുന്നത്. നിരവധി പേരാണിപ്പോൾ ഇറാൻ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും പിടിയിലായിരിക്കുന്നത്. ജൂൺ 13 ശേഷം ഇതുവരെയായി ഇറാൻ്റെ അകത്ത് മൊസാദ് ഏജന്റുമാർ ഉപയോഗിച്ചിരുന്ന 10,000-ലേറെ ഡ്രോണുകളാണ് ഇറാൻ പോലീസ് പിടികൂടിയത്. വലിപ്പം കുറഞ്ഞ ഡ്രോണുകളാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനും ഇസ്രയേലി ചാരസംഘടന ഉപയോഗിച്ചു വന്നത്. ജൂൺ 13-നും 14-നും ഇറാനിലെ മുതിർന്ന സൈനിക മേധാവികളെ വധിക്കുന്നതിൽ ഇത്തരം ഡ്രോണുകളും നിർണായക പങ്കുവച്ചിരുന്നു. പുറത്തുനിന്നും ഇറാൻ്റെ അതിർത്തി കടന്നു വന്നവയല്ല ഈ ഡ്രോണുകൾ. ഇറാൻ്റെ മുൻനിര സൈനിക മേധാവികൾ 3 പേർ കൊല്ലപ്പെട്ടതും ഈ ഡ്രോൺ ആക്രമണങ്ങൾ തന്നെയായിരുന്നു. ഇറാൻ പക്ഷേ ഒന്നും അറിഞ്ഞിരുന്നില്ല. യുദ്ധം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനിൽ ഡ്രോൺ നിർമ്മാണശാലകളും വിക്ഷേപണ തറകളുമൊക്കെ മൊസാദ് തയ്യാറാക്കി വച്ചിരുന്നു. ടെഹ്റാന് സമീപത്ത് ഒരു 3 നില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇത്തരമൊരു കേന്ദ്രങ്ങളിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഇറാൻ പോലീസ് റെയ്ഡ് ചെയ്താണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും അസംബിൾ ചെയ്യുന്ന പ്രധാന കേന്ദ്രമായിരുന്നത്. ഇസ്രായേലിന് വേണ്ടി ഒറ്റുകാരനായി പ്രവർത്തിച്ച മൊസാദിന് വിവരങ്ങൾ കൈമാറിയിരുന്ന മുഹമ്മദ് അബിൻ മദവി എന്ന ഒരു വ്യക്തിയെ കൂടി കഴിഞ്ഞ ദിവസം ഇറാൻ തൂക്കിലേറ്റി. ജൂൺ 22-ന് മാജിദ് മുസൈബി എന്ന മറ്റൊരു പ്രധാന ചാരത്തലവനെയും ഇറാൻ സേന കൊലപ്പെടുത്തിയിരുന്നു. ഞായറാഴ്ച തെക്കൻ പ്രവിശ്യയായ ഫാർസിൽ തന്ത്രപ്രധാനമായ ഇറാനിയൻ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ 53 പേരെയാണ് ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 ദിവസം മുമ്പ് മൊസാദുമായി ചേർന്ന് പ്രവർത്തിച്ചതിന് 54 പേരെ കണ്ടെത്തി അവർക്കെതിരെ പ്രോസിക്യൂട്ടർ ഓഫീസ് കുറ്റം ചുമത്തുകയും ചെയ്തു. ഇവരെല്ലാം കാത്തിരിക്കുന്നത് വധശിക്ഷ എന്നതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം. ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ഒറ്റുകാരും സർക്കാരുകളിൽ കീഴടങ്ങിയിരിക്കണമെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ സമിതി കഴിഞ്ഞ ആഴ്ചയെ അന്ത്യശാസനം നൽകിയിരുന്നു. അങ്ങനെ കീഴടങ്ങിയവരും ഈ പട്ടികയിലുണ്ട്. ജൂൺ 22-നകം കീഴടങ്ങിയവർക്കെല്ലാം വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇറാൻ പോലീസും ഇറാൻ സേനയും പിടികൂടുന്നവരെ കാത്തിരിക്കുന്നത് വധശിക്ഷ തന്നെയാണ്. അതായത് ഇനി മേൽ ഇസ്രായേലിൻ്റെ മണ്ണിൽ മൊസാദ് എന്നല്ല ഒരു രാജ്യത്തെയും ചാരസംഘടന പ്രവർത്തിക്കരുത് എന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ഭരണകൂടം ഈ കടുത്ത നടപടികളിലൂടെ നൽകുന്നത്.